എന്താ അവിടെ ബഹളം? എന്താ? ഭ്രാന്തനാണോ? കാക്കക്കുപ്പായാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ പോലീസുകാരുടെ ഭ്രാന്ത് പിടിച്ചതാണോ? നീ വന്നേന്ന്. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നല്ലേ? ലക്ഷണം കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നു. അയ്യോ, ഇത്ര വേഗം ഗൂർഖയും എത്തിയോ? ചേച്ചി, ഗൂർഖയാ? കർത്താവേ, ഗൂർഖയാ? ഗൂർഖയാണോ? ഗൂർഖയാണോന്ന്? ഹം ഗൂർഖാ ഹും. മതി 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 മതി, അഭ്യാസം മതിയാക്ക്. ഒന്നും അറിയട്ടെ. भाइयों और बहनों, पत्र द्वारा में एक कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. എന്താ എന്താ? ആർക്കും ഹിന്ദി അറിയില്ല. മൂപ്പര് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? പത്രത്തിൽ പരസ്യം കണ്ട അനുസരിച്ച് ഇവിടെ ഒരു ഗൂർഖ ആവശ്യമുണ്ടെന്ന് നടത്തിട്ട് വന്നതാണ്. കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നില്ലല്ലോ. 20 साल के पहले मैं केरल में आ गई. അതുകൊണ്ട് ഗൂർഖയാണെന്ന് തോന്നില്ല. പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 साल കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. അസല് ഗൂർഖ. എന്താ പേരെന്താ? രാം സിംഗ്. രാം സിംഗ്, ഭീം സിംഗ് കാ ബേട്ട. ഓക്കെ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യമുണ്ടോ? ഒന്നുമില്ല. ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവേനെടുത്ത് തല വെക്കേണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവേലി? ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. അതായത് 24 മണിക്കൂറും ഡ്യൂട്ടി ആവുമ്പോ എവിടെ താമസിക്കുമെന്നാണ് ഗൂർഖ ചോദിക്കുന്നത്. അതിന് ഇയാളെ സെലക്ട് ചെയ്തില്ലല്ലോ. ഇനി എന്തോന്ന് സെലക്ട് ചെയ്യാൻ? ഇയാള് തന്നെ മതി. നല്ല ആരോഗ്യം, കത്തിയും ഉണ്ട്. പോരാതെ ഈ ഗൂർഖയുടെ അഭ്യാസങ്ങളും നമ്മൾ കണ്ടില്ലേ? തന്നെ മതി മതി. പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട്. ഇവിടെ രാത്രിയിലേ ഉറങ്ങരുത്. അതെ, ഉറങ്ങാൻ പാടില്ല. പിന്നെ നമ്മളെ ടൂറിന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഇയാൾക്ക് കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാം സിംഗ്. ശ്രീമാൻ രാം സിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിച്ചു.